രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുന്നു. സ്വന്തം പാർട്ടിക്കാർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. സ്വന്തം പാർട്ടിക്കാരും അതുപോലെ തന്നെ എതിർ പാർട്ടിക്കാരും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നെങ്കിൽ ഒരു കാര്യം നമുക്ക് അവിടെ ഉറപ്പിക്കാം, അയാൾ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടം ഫേസ് ചെയ്യുന്ന ഈ ഒരു ഇഷ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഇറ്റ്സ് മീ നദീം. വെൽക്കം ടു 5C TV. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ വരെ കഴിവുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന ചർച്ചകളൊന്ന് കണ്ടുപോകുക. അവിടെ രാഹുൽ മാങ്കൂട്ടവുമായി ഡിബേറ്റിന് വരുന്ന എതിർ പാർട്ടിക്കാരെല്ലാം ഉത്തരം മുട്ടി തലയിൽ കൂടെ മുണ്ടിട്ട് കണ്ടം വഴി ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ഇത്രയും നാൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഹണി ട്രാപ്പിലൂടെ ലക്ഷങ്ങളും കോടികളും ഒക്കെ സമ്പാദിക്കുന്ന ഒരുപാട് സ്ത്രീകളുള്ള ഒരു രാജ്യമാണിത്. ഒരു പുരുഷനെ ലൈംഗിക ആരോപണത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പ്രേമിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ നമ്മുടെ രാജ്യത്തെ നിയമം അനുവദിക്കുന്നുണ്ട്. ഇനി എനിക്ക് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭിണിയാക്കിയെന്നും പറഞ്ഞ് പഴയ കുറെ ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതിന് നമ്മൾ പറഞ്ഞ അവർ വിശ്വസിക്കോ? നമ്മൾ പറയണ്ട, പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്, വാ. ഗർഭിണിയാക്കി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇതുവരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഈ സ്ത്രീ ആരാണ്? ഇത് എന്നുള്ള സംഭാഷണമാണ്. രാഹുൽ MLA ആയതിനു ശേഷമുള്ള ഓഡിയോ ആണോ? ഇനി മുമ്പേ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയൊന്നും ഈ ചാനലുകൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ വാർത്തകളുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. ഇനി ഇവര് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റുകളിലേക്ക് നമുക്ക് വരാം. നിയമവിരുദ്ധമായിട്ടോ അശ്ലീലമായിട്ടോ അതിലൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നീ ജാടയാണ്, ഗ്ലാമറാണ് എന്നൊക്കെ പറയുന്നതിൽ എവിടെയാണ് സ്ത്രീ വിരുദ്ധത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് സദാചാരം പഠിപ്പിക്കുന്നത് കൂടുതൽ എതിർ പാർട്ടികളാണ്. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. ഇവിടെയാണ് ഏറ്റവും വലിയ കോമഡി. ഈ ലിവിംഗ് റിലേഷൻഷിപ്പിനെയും ചുംബന സമരത്തിനെയും അതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യര് തന്നെയാണ് ഇപ്പോ രാഹുലിനെ മാന്യത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഈ പുരുഷൻ കുഴപ്പക്കാരനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അയാളെ ബ്ലോക്ക് ചെയ്യാം. അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്ത്രീ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ബ്ലോക്ക് ചെയ്തില്ല? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. 3 വർഷം സുഹൃത്തായിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സ്ത്രീ പീഡകനായിട്ട് മാറുകയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടവുമായി ചാറ്റ് ചെയ്ത സ്ത്രീകൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുണ്ട്, നിയമത്തിന്റെ സപ്പോർട്ടുണ്ട്. ഇലക്ഷനിൽ തോക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇടതുപക്ഷം ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണിത്. ഒരു സ്ത്രീ അങ്ങോട്ട് ഇറക്കുക, ആരോപണം ഉന്നയിക്കുക. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ വർഷങ്ങളോളമാണ് മാധ്യമങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ശക്തനായ ഒരു നേതാവിനെ നേർക്ക് നേരെ നിന്ന് മുട്ടാനുള്ള കഴിവൊന്നും ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കില്ല. അതുകൊണ്ടാണ് എല്ലാ നേതാക്കളും ടീമായി നിന്നുകൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യുന്നത്. രാഹുലിനെതിരെ പരാതിക്കാരെ തേടി ക്രൈംബ്രാഞ്ച് എന്നൊരു വാർത്ത ഞാൻ ഇപ്പോൾ കേട്ടു. അതുപോലെ തന്നെ ഗർഭഛിദ്ര ശബ്ദരേഖയിലെ പെൺകുട്ടിയെയും പോലീസ് തിരയുന്നു, അങ്ങനെ ഒരു വാർത്തയും കണ്ടു. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല, ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ വാർത്തകളുടെയൊക്കെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. രാവിലെ പീഡിപ്പിച്ചെന്ന് വാർത്ത, ഉച്ചയ്ക്ക് പീഡിപ്പിച്ചില്ല എന്ന് വാർത്ത, വൈകുന്നേരം പീഡിപ്പിച്ചേക്കുമെന്ന് വാർത്ത. ഞെട്ടിച്ചു കളഞ്ഞില്ലേ? പ്രേക്ഷകരെ ഗംഭീരമായി ഞെട്ടിക്കാൻ ഈ കോശി വിചാരിച്ചാലേ കഴിയത്തുള്ളൂ സാറേ. വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളെ വെട്ടിലാക്കാൻ എനിക്കുള്ള മിടുക്ക് ഈ ചാനലിൽ വേറെ ആർക്കാ ഉള്ളത്? പീഡന പരാതിയുണ്ടോ എന്ന് വിളിച്ചുകൊണ്ട് റോഡിൽ കൂടി ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് പോലീസിന്. എന്റെ അഭിപ്രായത്തില് പരാതിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുക്കുക, അത് ദേശാഭിമാനിയിലും
അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലും 1 മാസം തുടർച്ചയായിട്ട് പരസ്യം കൊടുക്കുക. അതിന്റെ കൂടെ വേണമെങ്കിൽ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പുരസ്കാരങ്ങളോ ഒക്കെ വേണമെങ്കിൽ സർക്കാരിന് ഓഫർ ചെയ്യാം. ഇത് നല്ലൊരു പോംവഴിയാണ്. എനിക്ക് മലയാളികളോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത്തരം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ചാനലുകളെയും വാർത്തകളെയും നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. നമ്മുടെ ലോകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വേറെ നടക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഇത്തരം നിലവാരം കുറഞ്ഞ വാർത്തകൾക്ക് റേറ്റിംഗ് കൊടുക്കാതിരിക്കുക. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം.